ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഈ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതേ നമ്മുടെ അഭിനയായിട്ട് ആദ്യം കാണിക്കുന്നത്. അഭിയാണെന്നുണ്ടെങ്കിൽ മാലയുടെയൊക്കെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ അവിടെ ഇരിക്കുന്നു, ഭയങ്കര സന്തോഷത്തോടെ. അപ്പോഴാണ് നവ്യ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. ആ നോക്കിയേ, ദേ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. എന്തൊക്കെ പറഞ്ഞാലും നീ നയനയുടെ ചേച്ചിയല്ലേ, അപ്പോൾ നിനക്കും ചെറിയ കലാവാസനയൊക്കെ കാണുമല്ലോ എന്നിങ്ങനെ പറഞ്ഞു അഭി. അയ്യോ, എനിക്കിതൊരു പിടിയില്ല എന്ന് പറഞ്ഞു നവ്യ. അവൾ അച്ഛനൊപ്പം കുട്ടിക്കാലം മുതലേ കൂടിയിട്ട ആർട്ട് വർക്കിലൊക്കെ കഴിവ് തെളിയിച്ചതെന്നും ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല എന്നും നവ്യ പറയും. എന്നാലും നീ ഒന്ന് നോക്കാൻ പറഞ്ഞു അഭി. ആ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് നവ്യ മേടിച്ചത് നോക്കുന്നു. നവ്യ എന്നിട്ട് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് കഴിഞ്ഞ തവണ ആ സ്വിറ്റ്സർലൻഡ് കമ്പനിക്കാരോട്ട് ഡീൽ ഉറപ്പിക്കാൻ പോയ സമയത്ത് മാളവികയുടെ ഡിസൈൻസ് ഒന്നും അവരെ ഇമ്പ്രസ് ചെയ്തില്ല എന്ന് നവ്യ അഭിയോട് പറയുക. അതുകൊണ്ട് നീ മാളവികയെ മാത്രം ആശ്രയിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചപ്പം അവൾക്കൊരു മത്സര ബുദ്ധിയൊക്കെ വന്നിട്ടുണ്ട്, അത് മിക്കവാറും നമുക്ക് ഗുണം തന്നെ ചെയ്യുമെന്ന് അഭി അന്നേരം നവ്യയോട് പറഞ്ഞു. എങ്കിലും നീ പറഞ്ഞതുപോലെ ഡേവിഡ് സാറും ഞാനും ഒക്കെ പുതിയ പുതിയ ഐഡിയാസ് തേടുന്നുണ്ടെന്നും അഭി പറയുക. പിന്നെ അതും അവൾക്ക് ഫീഡ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയുവാണേ. പിന്നെ എന്തായാലും ഇത്തവണ തോറ്റു പിന്മാറാൻ തീരുമാനിച്ചിട്ടില്ലെന്നും നയനയ്ക്കൊപ്പം ആദർശമായിരിക്കും വരുന്നത്. അയാളെ പോലൊരു ദുഷ്ടനൊക്കെ തോറ്റു നിൽക്കുന്നത് എനിക്ക് കാണണം അഭി എന്ന് നവ്യ. നീ എന്ന് കൂടെ പോരെ, അന്നത്തെ ദിവസം നമ്മൾ നമ്മുടേതാക്കും, നോക്കിക്കോ. അപ്പോൾ കൂടെയൊക്കെ വരാം, പക്ഷെ അവസാനം നാണം കെടുത്തരുതെന്ന് നവ്യ അഭിയോട് പറയുമ്പോൾ അന്ന് അനിയുടെ മുന്നിൽ വിളറി വെളുത്ത് തല താഴ്ത്തി നിന്ന സീനൊക്കെ ഇപ്പോഴും എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടെന്ന് അഭി പറയുക. അതുകൊണ്ട് ഇവിടെ വിജയത്തിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നും പറഞ്ഞു. എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക നമ്മുടെ നവ്യ. ജ്വല്ലറിക്ക് ചെറിയൊരു ഇടിവുണ്ടായി, അത് നമ്മൾ ഇതിൽ റിക്കവർ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്, അല്ലെങ്കിൽ നീ നോക്കിക്കോ എന്നൊക്കെ അഭി പറഞ്ഞു. അന്നേരം ഇല്ലടാ, അതിന് നിന്നെ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് മനസ്സിൽ നമ്മുടെ നവ്യ പറയണം. അഭി ഭയങ്കര പ്രതീക്ഷകളോടുകൂടി ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. എന്തായാലും നവ്യ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ എൻ്റെ നയനയുടെ ഐഡിയയിൽ വന്ന വരകളാണെന്നും ഇതിനപ്പുറം വന്നോളും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നവ്യ അവിടെ നിൽക്കുക. ആ സമയത്ത് പിന്നെ കാണിക്കുന്ന മാളവിക കേട്ടോ. മാളവികയെ കുറേ ഡിസൈൻസും കാണിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു നമ്മുടെ അഭി. അപ്പോൾ സാർ തന്നെ ഇതൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്ന് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ, അല്ലെങ്കിൽ സെൻഡ് ചെയ്ത് തരുമായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പം നിൻ്റെ അടുത്ത് നിന്ന് ഇതൊക്കെ നോക്കുന്ന സുഖം അതിനൊന്നും കിട്ടത്തില്ല മാളു എന്ന് മാളവികയോട് പറയുവാണ് അഭി. ദാ സാർ ഇത് നോക്കിയേ എന്ന് പറഞ്ഞ് മാളവിക കൊടുത്തു. സാർ ഇതൊക്കെ മേടിച്ച് നോക്കുവാണ്. അങ്ങനെയെല്ലാം നോക്കി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അഭിക്ക് ഭയങ്കര സന്തോഷം. ഡിസൈനേക്കാളും കൂടുതൽ അഭി നോക്കുന്നത് മാളവിക എന്ന മാളവിനെയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് സാർ എന്ന് ചോദിക്കുമ്പം ഇത് നമ്മൾ തൂക്കും ഉറപ്പാണെന്ന് പറഞ്ഞു. ഇത്തവണ വിളറിയ മുഖവുമായിട്ട് നമുക്ക് പോരേണ്ടി വരില്ല എന്ന് അഭി മാളവികയോട് പറയുക. എതിരാളികൾ അത്ര മോശക്കാരൊന്നും അല്ല സാർ എന്നിങ്ങനെ മാളവിക പറയുമ്പം നമുക്കൊരു കമ്മിറ്റിയുണ്ട്, ഞാനിത് ഡേവിഡ് സാറിനെ കൊണ്ട് അവർക്ക് അയച്ചു കൊടുപ്പിക്കാം, എന്നിട്ട് അവരുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് കേൾക്കാം എന്നുള്ള കാര്യം പറയുവാണ്. അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല, ഇത് 101% സൂപ്പറാണെന്ന കാര്യം അഭി പറയുക. പിന്നെ തന്നെ കയ്യും തന്നെയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു. താടോ എന്ന് പറഞ്ഞ് പിടിച്ച് പറിച്ചേക്ക് വാങ്ങിച്ചിട്ട് ആ കയ്യിലൊരു ഉമ്മ കൊടുക്കാനായിട്ട് നോക്കി. അപ്പോൾ എന്തു പറ്റി എന്ന് ചോദിച്ചു. സാറിൻ്റെ വൈഫൊക്കെ ഇവിടെ ഇല്ലേ സാറിന് മാളവിക ചോദിക്കുക. അവരൊക്കെ കണ്ടാൽ സാറിനൊരു പരിസരബോധം പോലും ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. ക്യാബിനകത്തും ക്യാമറയൊക്കെ ഉണ്ടെന്ന് മാളവിക. അപ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്നേ, എൻ്റെ വൈഫ് കണ്ടാലേ അവൾ ചിലപ്പോൾ എന്നെ ഇട്ടേച്ച് പോകുമായിരിക്കും, പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ, അങ്ങനെയെങ്കിലേ നിന്നെ ഇവിടുത്തെ മെയിൻ ഡിസൈനർ മാത്രമല്ല മോഡലും കൂടി ആക്കും ഞാനെന്നൊക്കെ അഭി പറയുമ്പം അയ്യോ എനിക്ക് മോഡലൊന്നും ആകാൻ താല്പര്യമില്ല സാർ എന്ന് പറഞ്ഞു മാളവിക. അങ്ങനെ താല്പര്യമില്ലാതെ നടന്നവളെയാണ് ഞാൻ ഈ കമ്പനിയുടെ മോഡലാക്കിയിരിക്കുന്നത്, അവൾക്ക് പ്രശസ്തിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പം അല്ല എന്നിട്ട് നവ്യാമ്മയുടെ വേണ്ട സാറിന് ജോലി വാങ്ങിച്ചു തന്നതെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അത് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, പക്ഷേ എല്ലാത്തിൻ്റെയും സൂത്രധാരൻ ഞാനാണെന്ന് അഭി മാളവികയോട് പറയാം. ഇവിടെ ഞാൻ ജിയമായിട്ട് വന്നത് അവരുടെ കരുണ കൊണ്ടൊന്നുമല്ല, ശരിക്കും അവൾ മോഡലായത് എൻ്റെ കൃപ കൊണ്ടാണെന്നൊക്കെ അഭി പറയുന്നു. സാറിന് വന്നപ്പോൾ തന്നെ ഈ കമ്പനിയുടെ ജിയം ആക്കിയല്ലോ, അപ്പോൾ സാറിന് ഈ കമ്പനിയുടെ തലപ്പത്തുള്ളവരുമായിട്ട് എന്തൊക്കെ ബന്ധമുണ്ട് അല്ലേ എന്ന് മാളവിക ഇങ്ങനെ ചോദിച്ചപ്പോൾ നമ്മുടെ അഭി കമ്പനിയുടെ തലപ്പത്ത് ഡേവിഡ് സാറല്ലേ എന്നിങ്ങനെ മാളവിക ചോദിച്ചു. അതിനൊക്കെ മുകളിൽ ഒരാളുണ്ട് മാളു, നിൻ്റെ എൻ്റെയൊക്കെ മനസ്സൊന്നായതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ നിന്നോട് പറയേണ്ടി വരുന്നതെന്ന് അഭി. അല്ല സാറേ, ആരാ ഈ ഡേവിഡ് സാറിന് മുകളിലുള്ളത് എന്ന് മാളവിക ചോദിക്കും. അത് ആരാണെന്നൊക്കെ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ആൾക്കാരുണ്ട്, ഇത്രയും ആളും ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ എന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ മാളവിക ഇങ്ങനെ നിൽക്കുക. അതെ ഡിസൈനൊക്കെ തയ്യാറാക്കി കഴിഞ്ഞോ? അപ്പോൾ ഏതാണ്ട് തയ്യാറാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പം എന്നാൽ പിന്നെ ഈ സന്തോഷത്തിന് നമുക്കൊന്ന് പുറത്തു പോയാലോ? അയ്യോ അത് വേണോ? ഓഫീസ് ടൈമിൽ പോകുന്നത് ഡേവിഡ് സാറിന് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞപ്പോൾ നീ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ, അങ്ങനെയുള്ളവർക്ക് ഓഫീസ് വർക്ക് പോലെ രാവിലെ വരിക വൈകുന്നേരം പോവുക എന്നുള്ള രീതിയൊന്നും പറ്റില്ല, നിൻ്റെ തലയ്ക്കൊരു വെളിച്ചമൊക്കെ വേണ്ടേന്ന് ചോദിച്ചു.
പിന്നെ നീ ഒന്ന് പുറത്ത് പോയി എന്ന് കരുതി അങ്ങേരൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ലെന്നേ. ഇനി അതിൻ്റെ പേരില്ല നിന്നെ അങ്ങേര് കുറ്റപ്പെടുത്താനും മറ്റോ ശ്രമിച്ചാലേ അങ്ങേര് പുറത്താണ്. ആണോ? ഞാനത് ചുമ്മാ പൊങ്ങച്ചം പറയുന്നൊന്നുമല്ല. മര്യാദയ്ക്ക് ഡേവിഡ് MD കസേരയിൽ ഇരുന്നാൽ അയാൾക്ക് കൊള്ളാം, അല്ലാതെ ഭരണമൊന്നും നടക്കത്തില്ല എന്ന് പറയുമ്പം അല്ല സാറിന് അത്രയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഞാനും കൂടെ വരാം സാർ എന്ന് പറഞ്ഞപ്പോൾ ഈ സാറേ എന്നുള്ള വിളി നിർത്താറായില്ലേ നീ ജബി? തൽക്കാലം അത് വേണ്ട സാർ, മതി, സാവകാശം മതി എന്ന് അബി. എന്നാൽ പിന്നെ നമുക്ക് പോയാലോ? ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാളവിക റെഡി ആവുകയാണ്. അങ്ങനെ റെഡിയായി അബിയുടെ കൂടെ പോവുക. അങ്ങനെ നമ്മുടെ മാളവിക ഫോണും എടുത്ത് അബിയുടെ കൂടെ രഹസ്യം ചോർത്താൻ പോകുന്നു. എല്ലാ കാര്യങ്ങളും മാളവികയോട് വന്ന് പ്രേമം മൂത്ത് അബി വിളിച്ചു പറയുവാണ്. എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ അവിടുന്ന് പോരുന്നു. ഈ സമയത്ത് പിന്നെ ഇവർ രണ്ടുപേരും കൂടെ വണ്ടിയിൽ ഇങ്ങ് പോന്നുകൊണ്ടിരിക്കുക. സാറേ എനിക്കൊരു സംശയം ഉണ്ടെന്ന് മാളവിക വണ്ടിയിലിരുന്ന് അബിയോട് പറയുക കേട്ടോ. ഞാൻ കരുതുന്നതിനപ്പുറം എന്തെങ്കിലും ബന്ധം സാറിന് AN ജ്വല്ലറി ആയിട്ടുണ്ടോ എന്ന് മാളവിക ചോദിക്കുമ്പം അല്ല എന്താ മാളവിക അങ്ങനെ ചോദിച്ചായിരുന്നു അബി. അല്ല സാറിനോട് എപ്പോഴും ഡേവിഡ് സാർ അത്രയ്ക്ക് ബഹുമാനം കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അബി ഇങ്ങനെ ഇരിക്കും ഞെളിഞ്ഞ്. അതുപോലെ തന്നെ ഒരു MDയും മാനേജറും അല്ലേ പേര് വിളിക്കണ്ടേ? പലപ്പോഴും സാർ എന്നാണല്ലോ സാറിനെ അവർ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. ചില നേരത്ത് മോനെ എന്നൊക്കെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കമ്പനിയിലുള്ള സ്ഥാനം അത് ആർക്കും ഇല്ല മാളു, അത്രമാത്രം മാളവിക പറഞ്ഞാൽ മതിയെന്ന് അബി പറയുക. എന്നാലും അറിയാനൊരാകാംക്ഷയ്ക്ക് ഉണ്ടാവില്ല സാർ, അതാ നമ്മൾ ഇത്രത്തോളം അടുത്തത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അല്ല നിന്നോടെല്ലാം പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് അബി മാളവികയോട് പറയുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനേ പാടില്ല എന്നും അബി പറയുക. ചിലതിനെ നമ്മൾ മറിച്ച് തന്നെ പിടിക്കണം. അല്ല നമുക്കിടയിൽ അങ്ങനെ ഒരു മറ വേണോ സാറേ എന്ന് മാളവിക ചോദിച്ചപ്പോൾ എൻ്റെ പൊന്നു മാളോ, നീ ആ ഡിസൈൻ ഫെസ്റ്റിവലിൽ കമ്പനിയെ വിജയിപ്പിച്ചാൽ പിന്നെ ചീഫ് ഡിസൈനർ എന്ന പോസ്റ്റിലേക്ക് നിന്നെ ഞാൻ നിയമിക്കുമെന്ന് മാളവികയോട് അബി പറയാം. നിൻ്റെ സാലറിയും ഞാൻ ഇരട്ടിയാക്കുമെന്നു. അല്ല അതൊക്കെ മാനേജ്മെൻ്റ് അല്ലേ സാറേ തീരുമാനിക്കണ്ടേന്നൊക്കെ ചോദിച്ച മാളവികയോട് മാനേജ്മെൻ്റൊക്കെ ഞാൻ തന്നെയാണ് മോളെ. അപ്പോൾ എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പോൾ ഡേവിഡ് സാറിന് എന്താ ഒരു വിലയില്ലേ അവിടെ? അപ്പോൾ എന്തോന്ന് ഡേവിഡ് സാറ്, അയാളൊക്കെ എൻ്റെ നിയന്ത്രണത്തിലാണ് മോളെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ തീരുമാനങ്ങൾക്ക് അയാൾ എതിരെ നിന്നാൽ പിന്നെ ഡേവിഡും ഇല്ല MDയും ഇല്ല. അത്രയും മനസ്സിൽ വെച്ചോ മാളവിക കേട്ടോ. ശരി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പോവാം. അപ്പിക്ക് ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ടൂറും ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് മാളവിക നേരെ കാണാൻ വന്ന ആദർശിനെയാണ്. അപ്പോൾ ആദർശിനെ കാണാൻ വന്ന് മാളവി വിവരങ്ങൾ പറയുമ്പോൾ അബിയുടെ അച്ഛനാണ് അതിൻ്റെ പിറകിലുള്ളതെന്നുള്ള കാര്യം പറയുവാണ്. അപ്പോൾ അത് കേട്ട് മാളവിക ഞെട്ടി. അച്ഛനോ? അതെ, ഞാൻ തേടിക്കൊണ്ടിരുന്ന ആളുടെ ഫോട്ടോ എൻ്റെ അച്ഛൻ അയച്ചു കൊടുത്തെന്നും അച്ഛൻ അയാളെ തിരിച്ചറിഞ്ഞെന്നും അത് നാഗേന്ദ്രനാണെന്നും അബിയുടെ അച്ഛനാണെന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ ഡേവിഡ് സാറിൻ്റെ മുകളിലുള്ള അബിയുടെ അച്ഛനാണല്ലേ എന്ന് ചോദിച്ചപ്പം അതെ, അതുകൊണ്ടാണ് അവൻ AN ജ്വല്ലറിയുടെ മാനേജറായതെന്ന കാര്യം ആദർശ് മാളവികയോട് പറയുന്നു. നവ്യ അവരുടെ മോഡലായതും അങ്ങനെയാണ്, പക്ഷെ തന്ത്രപൂർവ്വം ആദ്യം നവ്യ മോഡലാക്കി എന്ന് മാത്രം. എന്നിട്ട് നവ്യയുടെ കെയർ ഓഫിൽ അബി അവിടെ ജോലിക്കെടുത്തതായിട്ടൊരു ധാരണ പരത്തുക അവൾ ചെയ്തതെന്ന് പറഞ്ഞപ്പം അല്ലെങ്കിലും സ്വഭാവം മോശമായ ഒരാളെ ഒരു ജ്വല്ലറിക്കാരും അവരുടെ മാനേജറായി നിയമിക്കത്തില്ലല്ലോ സാർ എന്ന് പറഞ്ഞു മാളവിക. ഇവിടെ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധമാണ്, അതുകൊണ്ടാണ് ഡേവിഡ് വിചാരിച്ചാൽ പോലും മാളവിക ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവൻ പറഞ്ഞതെന്നും മാളവികയോട് ആദർശ് പറയുക. അവന് എൻ്റെ അച്ഛനെ കണ്ടത് നല്ല ഓർമ്മ പോലും ശരിക്കും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് ഒരുപാട് ക്രമക്കേടുകൾ കാണിച്ച മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് അടിയും വാങ്ങിച്ചുകൊണ്ട് പോയതാണ് ഈ പറയുന്ന നാഗേന്ദ്രൻ എന്ന് പറയുന്നവൻ. അത് കഴിഞ്ഞ് 10-20 വർഷം കഴിഞ്ഞല്ലേ അയാൾ മടങ്ങി വന്നതെന്നും അതിൻ്റെ ഒരു സ്നേഹം മോനോട് എന്തായാലും കാണും. പിന്നെ അവന്തിക ഇപ്പോൾ ഞങ്ങളുടെ കൺട്രോളിലാണ്, അതുകൊണ്ട് അവൾ പിടികൊടുത്ത് കാണില്ല എന്ന് പറയുവാണ്. പിന്നെ അല്ലെങ്കിലും അവന്തിക സ്വന്തം പെങ്ങളാണെങ്കിലും അവൻ ഒരിക്കലും അവൻ്റെ അച്ഛനുമായിട്ട് അവളെ കോണ്ടാക്ട് ചെയ്യിക്കത്തില്ല എന്നും പറഞ്ഞു. അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം ഒറ്റയ്ക്ക് വെട്ടി വിഴുങ്ങാനേ അവൻ ശ്രമിക്കത്തുള്ളൂ എന്ന് പറയുമ്പം മൂർത്തി ജ്വല്ലറിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് എതിരാളി എന്ന് സാറ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് മാളവിക പറയുമ്പം അത് ഞാനല്ല പറഞ്ഞ എൻ്റെ മുത്തശ്ശനാണെന്ന് പറഞ്ഞു ആദർശ്. ആ ശത്രുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വീട് വിട്ട് പുറത്തു പോലും വന്നതെന്നും പറഞ്ഞു. ഇനി മുഖാമുഖം അവനെ കാണണം, എന്നിട്ട് മുത്തച്ഛനോട് വിവരങ്ങൾ പറയണമെന്ന് പറഞ്ഞപ്പോൾ അതോടെ നിങ്ങൾക്കിടയിലെ മഞ്ഞുരുകോ എന്ന് ചോദിച്ചു. എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോൾ. എനിക്ക് എൻ്റെ തറവാട്ടിലേക്ക് തിരിച്ചു കയറണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്നും ഇനിയിപ്പോൾ അതിന് സാധിച്ചില്ലെങ്കിലും ശരി ഞാൻ കാരണം ചെറിയൊരു തകർച്ചയുണ്ടായ മൂർത്തി ജ്വല്ലറി വിജയിക്കണമെന്ന് ആദർശ് പറയണം. ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ അനിയനാണ് അതിൻ്റെ MD.
അവൻ്റെ മേൽനോട്ടത്തിൽ ആരെക്കൊണ്ടും പിടിച്ചു കെട്ടാൻ പറ്റാത്ത രീതിയിൽ കമ്പനി വളരുക തന്നെ വേണമെന്നും ആദർശ് പറയുക. എന്തായാലും അഭിയായിട്ടുള്ള റിലേഷൻഷിപ്പ് പെട്ടെന്ന് വേണ്ടെന്ന് വെക്കേണ്ട, അവൻ കുറച്ചുകൂടി പ്രതീക്ഷകളുമായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ആദർശ് പറഞ്ഞു. ഇയാളുടെ ഡ്യൂട്ടി ഏതാണ്ട് അവസാനിക്കാറായില്ലേന്ന് ചോദിച്ചപ്പം പ്രതീക്ഷിച്ചതിനേക്കാളും നേരത്തെ എല്ലാം കഴിയുന്ന തോന്നണമെന്ന് പറഞ്ഞു മാളവിക. അത് കഴിയുമ്പോൾ നിനക്ക് യുഎസിലേക്ക് പോകണമെന്നുണ്ടോ? അതൊക്കെ ഹസ്ബൻഡിൻ്റെ തീരുമാനം പോലെ ഇരിക്കും. എന്തായാലും വരുന്നുണ്ട്, അപ്പോൾ സാറ് തന്നെ നേരിട്ട് സംസാരിക്കാൻ പറഞ്ഞു മാളവിക. അപ്പോൾ ശരിയെന്നാ ആയിക്കോട്ടെ കാണാം എന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞു. അത് കഴിഞ്ഞ് നയനയുടെ അടുത്തേക്ക് ചെല്ലുക ആദർശ. നയനയാണെ കൊണ്ടുപിടിച്ചിരുന്ന് വരച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ആദർശ് കയറി ചെല്ലുന്നത്. ആദർശേട്ടനെ കണ്ടപ്പോഴത്തേക്കും വരയൊക്കെ നിർത്തി വെച്ച് നയന അപ്പോൾ അതൊക്കെ എഴുന്നേറ്റ് ചെല്ലുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഞാൻ മാളവികയ്ക്ക് വേണ്ടി ഡിസൈൻസൊക്കെ അരച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പം നീ ഓവർ സ്ട്രെയിൻ എടുക്കാണല്ലോ നയനെന്ന് പറഞ്ഞു. ഇതിലെന്നെ തടയണ്ട, ഇവിടെ നമുക്ക് ജയിച്ചേ തീരുമെന്ന് നയന ആദർശനോട് പറയുകയാണ്. ഈ മത്സരത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാലോ ആദർശേട്ടാ. അന്ന് ആ സ്വിറ്റ്സർലൻഡ് കമ്പനിക്കാരുടെ ഡീല് നഷ്ടപ്പെട്ടതുകൊണ്ട് മാളവികയെ മാത്രം AN ജ്വല്ലറിക്കാരെ ആശ്രയിക്കാൻ സാധ്യതയില്ല എന്ന കാര്യം നയന പറയുന്നുണ്ട്. അവർ മികച്ച പല ഡിസൈൻകാരുടെയും എല്ലാം സപ്പോർട്ട് തേടുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന കാര്യവും പറഞ്ഞു. അതുകൊണ്ട് നല്ല വെറൈറ്റിയുള്ള ഡിസൈൻസ് വേണം നമ്മളവിടെ പ്രസൻറ്റ് ചെയ്യാമെന്നും പറഞ്ഞു. ഇനിയിപ്പോൾ നീ 2ാം സ്ഥാനത്തായാലും കുഴപ്പമൊന്നുമില്ല, ഇപ്പം നീ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുഞ്ഞിനെയാണെന്ന് ആദർശ് പറയുമ്പോൾ അതിനെങ്ങനെ മിണ്ടാതെ നിൽക്കുക. ഇപ്പോൾ ഈ വെല്ലുവിളികളും അല്ലെങ്കിൽ വഴക്കും വക്കാണോ ഒക്കെ പെട്ടെന്ന് തന്നെ തീരുമെന്നും അതിന് ശേഷത്തെ കാര്യങ്ങൾ നീ ആലോചിച്ചിട്ടുണ്ടെന്ന് ചോദിച്ച ആദർശനോട് അതിനെപ്പറ്റിയൊക്കെ എനിക്ക് നല്ല ബോധമുണ്ട് ആദർശേട്ടാന്ന് പറഞ്ഞു നയന. എന്നിട്ട് ആ ഡിസൈൻ എടുത്ത് കാണിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഫോണിലേക്ക് ഒരു കോൾ വന്നു. അപ്പോൾ ആരാണെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ മുത്തശ്ശനാണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇനി തന്നെ വേണ്ട ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ആദർശ് വിളിച്ചപ്പോഴത്തേക്കും മുത്തശ്ശൻ പെട്ടു. ആ സമയത്ത് ആരാണ്? അപ്പോൾ എൻ്റെ ശബ്ദം കേട്ടിട്ട് മുത്തശ്ശന് മനസ്സിലായില്ലേ ഞാൻ മുത്തശ്ശൻ്റെ മൂത്ത കൊച്ചുമകനാ എന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശന് വേണ്ടാട്ടം മുട്ടിപ്പോയോ നയനയും പെട്ടു. ഇങ്ങനെ നിൽക്കുമല്ലാതെ അല്ല മുത്തശ്ശൻ അതിനാ നയനയുടെ നമ്പറിലേക്ക് വിളിച്ചതെന്ന് ചോദിക്കുമ്പം അവളുടെ ഫോണിലേക്കാണോ ഞാൻ വിളിച്ചത്, സോറി നമ്പർ തെറ്റിപ്പോയതാണെന്ന് മുത്തശ്ശൻ പറയുന്നു. എന്നാൽ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കരുതിയില്ല, അതുകൊണ്ട് അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറയുമ്പം എന്നാലും മുത്തശ്ശനെ ഇങ്ങോട്ട് വിളിച്ചതുകൊണ്ട് എനിക്ക് മുത്തശ്ശൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റിയല്ലോ എന്ന് ആദർശ. ആരുടെ ശബ്ദം കേൾക്കരുതെന്ന് കരുതിയോ, അതാണിപ്പോൾ ഞാൻ കേട്ടിരിക്കുന്നത്, എൻ്റെ കാലദോഷം എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവിടെ കിടന്ന് ഉരുളുവാണ്. അതും പറഞ്ഞ് മുത്തശ്ശൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. പക്ഷേ ആദർശന് അത് വിഷമമായി. മുത്തശ്ശൻ എന്താ പറഞ്ഞേ എന്ന് നയനെ ചോദിച്ചു. അപ്പം നമ്പർ തെറ്റി വിളിച്ചതാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. എൻ്റെ ശബ്ദം കേട്ടതിൻ്റെ അമർഷവും പ്രകടിപ്പിച്ചു എന്നും ഒരു മയോ ഇല്ല സംസാരത്തിലെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ചിരി വരിക കേട്ടോ. മുത്തശ്ശൻ്റെ നിലപാട് എന്തായാലും നമ്മൾ ചെയ്യേണ്ട കടമകൾ നമ്മൾ ചെയ്യണം നയനെന്ന് പറയുമ്പോൾ ഞാനായിട്ട് മൂർത്തി ജ്വല്ലറിക്ക് പേരുദോഷം ഉണ്ടാക്കിയല്ലോ, അതാണല്ലോ മുത്തശ്ശൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നതും. അപ്പം ഞാനായിട്ട് തന്നെ ആ പേരുദോഷം ഇല്ലാണ്ടും ആക്കിക്കോളാവെന്നൊക്കെ പറഞ്ഞ് ആദർശം അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പം നയനെ ഇങ്ങനെ ഫോൺ എടുത്ത് തിരിച്ച് മുത്തശ്ശനെ വിളിക്കുക. അപ്പോൾ മുത്തശ്ശനെ ഇങ്ങനെ നോക്കി. അപ്പോൾ അതേ നയനയുടെ കോള് വരുന്നു. ഇനിയിപ്പോൾ ആദർശമായിരിക്കോ എന്ന് വിചാരിച്ചുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പതുക്കെ മുത്തശ്ശൻ ഫോൺ എടുത്ത് ഇങ്ങനെ ചെവിയിൽ വെച്ചു. മുത്തശ്ശ ആദർശ് അവിടെ ഉണ്ടായിരുന്നല്ലേ, അവനവിടെ കാണില്ലെന്ന് വിചാരിച്ചു ഞാൻ മോളുടെ നമ്പറിലേക്ക് വിളിച്ചതെന്നൊക്കെ മുത്തച്ഛൻ പറയുമ്പം ഇത്രയും നേരം ഇവിടെ ഇല്ലായിരുന്നു, ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് നയനെ നേരം പറഞ്ഞു കേട്ടോ. അവനെന്തെങ്കിലും സംശയം തോന്നി കാണുമോ എന്ന് മുത്തച്ഛൻ ചോദിക്കുമ്പം ഇല്ല, എന്നാലും സംസാരിച്ചപ്പോൾ ഇത്രയും കടുപ്പിച്ച് സംസാരിക്കണ്ടായിരുന്നു കേട്ടോ എന്ന് നയന പറയാം കേട്ടോ. അത് കേട്ടപ്പോൾ കുറച്ച് ദൂരം കൂടി ബാക്കിയില്ലേ മോളെ, അതുകൂടി കഴിഞ്ഞിട്ട് ഈ കടുപ്പ് നമുക്കങ്ങ് കുറയ്ക്കാം എന്ന് പറഞ്ഞു മുത്തശ്ശൻ. അപ്പോഴേ വലിയൊരു കോമ്പറ്റീഷനാണ് വരുന്നതെന്നും എന്ന് വെച്ച് മോളുടെ ആരോഗ്യമൊക്കെ നോക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അതിപ്പോഴേ ഒരാൾ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയതേ ഉള്ളൂ മുത്തശ്ശ എന്ന നയന. മൂർത്തി ജ്വല്ലറിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് മോൾ ഉറങ്ങാതെ പണിയെടുക്കുക, അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം, അതുകൊണ്ടാണ് ഞാനിപ്പോൾ മോളെ വിളിച്ചതെന്നൊക്കെ പറയുമ്പം അതെ വെച്ചോ ആദർശേട്ടൻ ഇവിടുന്ന് പോയിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം കേട്ടോ, നമ്മൾ തമ്മിലുള്ള സംസാരമൊന്നും അറിയണ്ട എന്ന് പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞ മുത്തശ്ശൻ മോളോട് കുറേ കെയറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഫോൺ അങ്ങ് വെച്ചു. അത് കഴിഞ്ഞ് നയന ഇരുന്ന് വരയ്ക്കാനും തുടങ്ങി. പിന്നെ കാണിക്കുന്നത് അഭിയും നാഗേന്ദ്രനും അതുപോലെ അവന്തികയൊക്കെ കൂടെ ഇരുന്ന ആ ഡിസൈനുകൾ കാണുവാണ്. അപ്പം മാളവിക വരച്ച ഡിസൈൻ, അപ്പോൾ ആ ഡിസൈൻ എല്ലാം കണ്ടു. അതിനുശേഷം നാഗേന്ദ്രൻ കുറേ ഡിസൈൻ അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവന്തികയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം, തുള്ളിച്ചാടിയിരിക്കുകയാണ്, ഇപ്പം ജയിച്ചു എന്നുള്ളൊരു ഭാവത്തിലും മട്ടിലും അതിരിലൊക്കെ. അപ്പോൾ ഇത് നന്നായിട്ടുണ്ടല്ലോ അച്ഛാ എന്ന് അവന്തിക. അന്ന് അച്ഛൻ തന്ന ആ ഡിസൈൻസ് ഉണ്ടല്ലോ അതിൻ്റെ ഐഡിയാസ് വെച്ചിട്ട് മാളവിക വരച്ചതാണിതെന്ന കാര്യം പറയുവാണ് അബി. അവൾ മിടിക്കുകയാണ് അച്ഛാ, ഇപ്പം അവളെ നീ ഒരുപാട് പുകഴ്ത്തുന്നുണ്ടല്ലോ എന്നച്ഛൻ അന്നേരം അബിയോട് ചോദിച്ചു. അപ്പം അത് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് അച്ഛാ എന്ന് അവന്തികയുടെ വകയൊരു ഡയലോഗും. അവൾ മിടിക്കായിട്ടുള്ള ഒരു ഡിസൈനറാണെന്ന കാര്യം നാഗേന്ദ്രൻ പറയുക. നിനക്ക് നിൻ്റെ ഭാര്യയോട് യാതൊരുവിധ താല്പര്യവും ഇല്ല, അതുകൊണ്ട് മറ്റൊരു പെണ്ണിലേക്ക് ചായുന്നതിൽ വലിയ അത്ഭുതമൊന്നും ഇല്ല എന്ന് അച്ഛൻ മകനോട് പറഞ്ഞു കൊടുക്കുക.
പക്ഷേ ഈ പറയുന്ന മാളവിക വിവാഹിതയാണ് എന്ന കാര്യങ്ങൾ പറഞ്ഞു. അതറിയില്ലെന്നുണ്ടോ നിനക്ക്? അപ്പം അതെനിക്കറിയാം. അതിന് ഞാനും അവളും തമ്മിലൊരു പരിധിക്കപ്പുറം ബന്ധമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ലൊരു ഡിസൈനർ ആയതുകൊണ്ട് കമ്പനിയുടെ മാനേജർ എന്നുള്ളൊരു നിലയിൽ ഞാൻ അവളെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത്രേ ആകാവൂ, പറഞ്ഞ് മനസ്സിലായല്ലോ. പിന്നെ നവ്യെ നിനക്ക് ഇഷ്ടമല്ല എങ്കിലും നിൻ്റെ ഒരു കുഞ്ഞ് അവൾ കൊണ്ടെന്ന് നീ ഓർക്കണമെന്ന് പറഞ്ഞു അച്ഛൻ. കുഞ്ഞുങ്ങളെ നമ്മൾ ഒരിക്കലും ദ്രോഹിക്കാൻ പാടില്ല, അവരെ വെറുക്കാനും പാടില്ല എന്ന് പറയുവാണ് അച്ഛൻ. എൻ്റെ കഴിഞ്ഞകാല കഥകൾ വളരെ ദയനീയമാണെങ്കിലും ഞാൻ പിന്നീട് ഒരു വിവാഹം കഴിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുക. അതായത് ഈ നാഗേന്ദ്രൻ മക്കളോട് പിന്നീട് ഒരു ബന്ധം ഉണ്ടായിട്ട് അതിൽ കുട്ടികളും എനിക്ക് ജനിച്ചിട്ടില്ല എന്നും നാഗേന്ദ്രൻ പറഞ്ഞു. എൻ്റെ മക്കൾ അന്നും ഇന്നും നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ എന്നും നാഗേന്ദ്രൻ ഇവരോട് പറയുമ്പം അത് ഞങ്ങൾക്ക് അറിയാമല്ലോ അച്ഛാ, അതുകൊണ്ടല്ലേ കുട്ടിക്കാലത്ത് ഉപേക്ഷിച്ച് പോയ അച്ഛനെ ഇപ്പോഴും ഞങ്ങൾ സ്നേഹിക്കുന്നത് എന്ന് അവന്തിക പറയുക. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ ഈ ഡിസൈൻ ഫസ്റ്റാണ് എൻ്റെ മുന്നിലുള്ള വലിയൊരു വഴി അല്ലെങ്കിൽ ഒരു ലക്ഷ്യം എന്നൊക്കെ ഇയാൾ പറയുന്നു. മോളെന്നെ കാണാൻ വരുന്ന അപകടമാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ വിളിച്ചു വരുത്തിയത് അതിനു വേണ്ടിയിട്ട് തന്നെയാണെന്ന കാര്യവും അച്ഛൻ പറയണം. അതെല്ലാം ഒന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അതറിഞ്ഞിട്ട് മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ആ മാളവികയെ കൊണ്ട് ചെയ്യിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവളും പരാജയപ്പെടരുതെന്നുള്ള വാശിയിലാണ് അച്ഛാ എന്ന് അഭി പറയുമ്പോൾ പരാജയപ്പെടാൻ പാടില്ല, അങ്ങനെ പരാജയപ്പെട്ടാൽ നമ്മൾ തീർന്നു എന്ന് അച്ഛൻ മക്കളോട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഡിസൈനും കാര്യങ്ങളെല്ലാം നോക്കി കുറേ സജഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ ഇരിക്കുന്നു. ആ സമയത്ത് മുത്തശ്ശനോട് ചോദിച്ചു എന്താ ഇത്ര കാര്യമായിട്ട് നോക്കുന്നതെന്ന്. അപ്പം ഞാൻ കുറച്ച് ഡിസൈനും കാര്യങ്ങളും നോക്കുമായിരുന്നു എന്ന് പറഞ്ഞു മുത്തശ്ശൻ. മനസ്സിന് ഇഷ്ടപ്പെട്ടത് മോൾക്ക് അയച്ചു കൊടുക്കണമെന്നും എല്ലാം ഭാഗത്തു നിന്നും ഒരു സഹായം വേണമല്ലോ എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ അവന്തിക അങ്ങോട്ടേക്ക് വന്നു. മുഖത്ത് ഭയങ്കര ഗൗരവം, സങ്കടം ഒക്കെ നിറച്ചുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ട് വന്ന് നിൽക്കുന്ന അവന്തികയെ കണ്ടപ്പോഴത്തേക്കും എന്താ മോളെ മുഖം മാടിയിരിക്കുന്നതെന്ന് ചോദിച്ചു മുത്തശ്ശി. എനിക്കിപ്പോഴും സംശയമുണ്ട് മുത്തശ്ശി, അനിയേട്ടനും നന്ദുവും തമ്മിൽ പരിധി വിട്ട ബന്ധമുണ്ടോ ഇല്ലയോ എന്ന്. അതുകൊണ്ടാണ് അനിയേട്ടൻ എന്നോട് ഇത്രയും ദേഷ്യം എന്നൊക്കെ അവന്തിക പറഞ്ഞപ്പം മോളെ അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അവരുടെ ബന്ധത്തിൽ ഞങ്ങൾ അനുകൂലിച്ചതുമാണെന്ന കാര്യം മുത്തശ്ശൻ അവന്തികയോട് പറയുക. അന്നത് വേണ്ട എന്ന് പറഞ്ഞത് കനകയും ഗോവിന്ദനുമാണെന്ന കാര്യം മുത്തശ്ശൻ പറഞ്ഞു. ആ ഒരു സമയത്ത് ഇനി അവർക്ക് അനിയുടെ ശല്യം ഉണ്ടാകില്ല എന്ന് ഞാൻ വാക്കുകൊടുത്തതുമാണെന്ന കാര്യം മുത്തശ്ശൻ പറയുന്നു. പിന്നെയും ഇനി അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു. വാക്കുകൊടുത്തത് അവളുടെ അച്ഛനും അമ്മയ്ക്കും അല്ലേ, അവൾക്കല്ലല്ലോ എന്നിങ്ങനെ അവന്തിക. അപ്പം നന്ദുവും കൂടിയുള്ള സമയത്ത് ഞങ്ങളത് പറഞ്ഞത്, അതിനുശേഷം അവർ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, സൗഹൃദം കൂടിയിട്ടും ഒക്കെ ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും നന്ദു ഈ വീട്ടിലെ രണ്ടും മരുമക്കളുടെ അനിയത്തിയല്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചു. ആ ഒരു ബന്ധം അർത്ഥമാറ്റി കളയാൻ പറ്റുന്ന ഒന്നാണോ എന്ന് മുത്തശ്ശി ഇവളോട് ചോദിക്കും. അപ്പം പറഞ്ഞ് നിൽക്കുക അവന്തിക ഇവരുടെ മുന്നിൽ അഭിനയിച്ച്. എടോ മോൾക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയ സ്ഥിതിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ സമയമായെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മുത്തശ്ശി ചോദിച്ചു. എൻ്റെ മനസ്സിൽ എന്താണെന്ന് ഞാൻ എല്ലാവരോടുമായിട്ട് പറയാമെന്ന് മുത്തശ്ശൻ പറയുക. മോള് പൊയ്ക്കോ എന്നും പറഞ്ഞു. അനിയേട്ടൻ ഇവിടെ ഇല്ല. അപ്പം മോളെ വീട്ടിലെ മുതിർന്നവരാണ് ഇവിടെ തീരുമാനങ്ങളും കാര്യങ്ങളും എടുക്കുന്നതെന്നും നമ്മുടെ നാട്ടിൽ അതിനൊക്കെ മാറ്റങ്ങളും വന്നിട്ടുണ്ട്, ഇപ്പോൾ കുട്ടികളാണ് ഓരോരോ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് മുത്തശ്ശൻ പറഞ്ഞു. അവർ പറയും മുതിർന്നവരതനുസരിക്കും, അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. പക്ഷേ ആ രീതി ഇതുവരെ അനന്തപുരി തറവാട്ടിൽ കടന്നു വന്നിട്ടില്ല എന്നും അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എല്ലാവരും അനുസരിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസമെന്നും മുത്തശ്ശൻ പറയുക. മുത്തശ്ശനും മുത്തശ്ശിയും ഉറപ്പ് തന്നതുകൊണ്ടാണ് എനിക്കൊരു ആശങ്കയില്ലാത്തത് എന്ന അവളുടെ വകയൊരു ഡയലോഗും കൂടി. പിന്നെ അതിൻ്റെ ആവശ്യമില്ല മോളെ, എല്ലാം നേരായ രീതിക്ക് തന്നെ നടക്കുമെന്നും മോളെ ചെല്ലാനും പറഞ്ഞ അവന്തികയെ പറഞ്ഞു വിട്ടിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവന്തിക അങ്ങ് പോയി കഴിഞ്ഞപ്പം മുത്തശ്ശിയാണെങ്കിൽ എന്താ പറയാൻ പോകുന്നതെന്ന് ചോദിച്ചു. അത് കുട്ടികളുടെ എൻഗേജ്മെൻറ്റ് ഉടനെ നടത്തണം എന്ന കാര്യം ഇങ്ങനെ പറയുന്നു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ഞെട്ടി നിൽക്കുകയാണ് മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങൾ അവന്തികയുടെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയരുതിട്ടോ, കാത്തിരുന്ന് കാണണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ.